നമ്മുടെ ആറാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. എന്താണ് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്? എപ്പോഴും ഒരു വെബ് പേജ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബേസിക്കായിട്ട് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ചത് HTML ഉപയോഗിക്കാനാണ്. അപ്പോൾ HTML ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു വെബ് പേജാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ആ വെബ് പേജിൽ അല്ലെങ്കിൽ അതൊരു വെബ്സൈറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് എന്തെല്ലാം ആണ് അഡീഷണലായിട്ട് കയറ്റാൻ പറ്റുന്നത്, എത്രത്തോളം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലാക്കാൻ പറ്റുന്നു എന്നിങ്ങനെയെല്ലാം നമുക്കതിനെ കൂടുതലായിട്ട് പുരോഗമിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് അഥവാ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നിങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളൊരു സാധാരണ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നു HTML വെച്ചിട്ട്, അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുതിയ കണ്ടീഷനുകളോ പുതിയ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വെബ്സൈറ്റിൽ ഓരോ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ വെബ് പേജിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ബ്രൗസറിൻ്റെ സഹായത്തോടെയാണ്. ഈ വെബ് പേജുകളെല്ലാം തന്നെ ബ്രൗസറിലൂടെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ ബ്രൗസറിലൂടെ ആ വെബ് പേജിൽ നമ്മൾ വരുത്തുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കൂടി നമുക്ക് കാണാം. അതനുസരിച്ച് ആ മാറ്റങ്ങൾ പോരായെങ്കിൽ കൂടുതലായിട്ട് വ്യത്യാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ വരുത്താം. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തുന്നു ആ വ്യത്യാസങ്ങളെല്ലാം തന്നെ നമ്മുടെ വെബ് പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നു. ഇനി അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് VB സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് എന്നിങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളാണ്. പക്ഷേ നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ ബ്രൗസറിലും അത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏത് ബ്രൗസറായാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ലളിതമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് അപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. VB സ്ക്രിപ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ചില ബ്രൗസറുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ടോപ്പിക്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം.